വെയിറ്റ് ലോസ് വീഡിയോ ഇട്ടിട്ട് ആ വഴിക്ക് അങ്ങോട്ട് പോയോ എന്ന് ചോദിച്ചവർക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വീണ്ടും ഒരു വാട്ടേറ്റിനിടെ ആയിട്ടാണ്. രാവിലെ വെറും വയറ്റിൽ കഴിച്ചിട്ടുണ്ടായിരുന്നത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഉണക്ക മുന്തിരിയാണ് കേട്ടോ. അതിങ്ങനെ ഒരു 6-7 വെള്ളത്തിലിട്ടാൽ മതി, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാവുകൊണ്ട് ഞാനൊരു 10 വെച്ചിട്ട് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അത് രാവിലെ വെറും വയറ്റിൽ ഇങ്ങനെ കഴിക്കും. ആ വെള്ളം കുടിക്കട്ടോ അതിൻ്റെ കൂടെ. പിന്നെ കഴിച്ചിട്ടുണ്ടായത് നെല്ലിക്കയും ക്യാരറ്റും ഇതുപോലെ ഫ്രീസറിൽ അരച്ചു വെച്ചിട്ടുണ്ടാവും. അതൊന്നൊരു 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളത്തിലിട്ട് ഇതുപോലെ കലക്കിയിട്ട് രാവിലെ അത് കഴിക്കും. ഇത് ഒരാഴ്ചക്കുള്ളത് ഒരുമിച്ച് അങ്ങനെ ഫ്രീസറിൽ അരച്ചു വെക്കുകയാണ് ചെയ്യാറ് കേട്ടോ. നെല്ലിക്കയും ക്യാരറ്റും അരയ്ക്കുന്നതിൻ്റെ കൂടെ പാലക് ചീരയും ഒരു കഷ്ണം ഇഞ്ചി നാരങ്ങ നീരും ചേർത്തിട്ടാണ് അരച്ചു വെക്കൽ കേട്ടോ. ഇതിന്റെ റെസിപ്പി ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതാണ് ഇതിൽ കൂടെ ചേർക്കാത്തത്. ഇത് ഞാൻ കുടിക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ, വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ, പക്ഷെ നല്ലതാണ്. രാവിലെ വെറും വയറ്റിൽ കഴിക്കണേ നല്ലതാട്ടോ. നമ്മുടെ സ്കിന്നിനായാലും മുടിക്കായാലും ഒക്കെ നല്ലതാണ്. ഇനിയാണ് ശരിക്കുള്ള എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ കഴിക്കുന്നത് കറക്റ്റ് 9:30-ക്കാണ്. അത് കഴിച്ചിട്ടുണ്ടായത് ഗോതമ്പ് പുട്ടും കൂടെ ചെറുപയർ കറിയാണ് കഴിച്ചിട്ടുണ്ടായത്. കഴിയണതും ഞാൻ രാവിലെയും രാത്രിയും അരിയാഹാരം കഴിക്കാറില്ല കേട്ടോ. പറ്റുന്ന രീതിയിൽ ഞാൻ കഴിക്കാണ്ട് നോക്കാറുണ്ട്. ചില സമയത്ത് നിവൃത്തില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ അരിയാഹാരം കഴിക്കാറ്. അല്ലെങ്കിൽ ഇതുപോലെ ഗോതമ്പോ അല്ലെങ്കിൽ ഓട്സോ റാഗിയൊക്കെയാണ് രാവിലെ കഴിക്കാറ് കേട്ടോ. ഒന്നല്ലെങ്കിൽ സ്മൂത്തി കുടിക്കും. സ്മൂത്തി അതേപോലെ ഓട്സിന്റെ സ്മൂത്തി, റാഗിയുടെ സ്മൂത്തി ഒക്കെ കുടിക്കാറുണ്ട് കേട്ടോ. ഓട്സിന്റെ സ്മൂത്തിനേക്കാൾ എനിക്ക് ഏറെ ഇഷ്ടം റാഗി സ്മൂത്തിയാണ്. ആ റാഗി സ്മൂത്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ റാഗി സ്മൂത്തിയുടെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. അതിന്റെ റെസിപ്പി ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ബോട്ടിൽ ഞാൻ പുതിയത് വാങ്ങിയതാട്ടോ. എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ? ഇതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ എവിടെയെങ്കിലും കേട്ട് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി ബോട്ടിലാട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. ഇനി ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു, കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു സാലഡും ബ്രൊക്കോളിയാണ്. ബ്രൊക്കോളി ഞാൻ ഇതുപോലെ അങ്ങനെ പുഴുങ്ങിയിട്ട് ഉപ്പിട്ട് പുഴുങ്ങിയെടുക്കും. എന്നിട്ട് അതാണ് കഴിക്കാറ് കേട്ടോ. പ്രത്യേകിച്ച് മസാല എന്നിട്ടിട്ട് അങ്ങനെ വേവിക്കാറില്ല. അങ്ങനെ ഉപ്പിട്ടിട്ട് വെറുതെ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യാറ്. ചില ദിവസങ്ങളിൽ രാത്രിക്കത്തെ ഫുഡായിട്ട് ഈ ബ്രൊക്കോളി വെച്ചിട്ട് ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ബ്രൊക്കോളിയുടെ കൂടെ മുട്ട ചേർത്തിട്ട് അരയ്ക്കും, മിക്സിയിൽ അരച്ചിട്ട് സാധാ നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കുന്ന പോലെ ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് അത് മാത്രം കഴിക്കും. നല്ല ടേസ്റ്റാണ്, പിന്നെ നല്ല ഹെൽത്തി ആണല്ലോ. ഉച്ചക്കത്തെ ഭക്ഷണം കറക്റ്റ് 1 മണിക്കാട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായത്. ഞാൻ എടുത്ത ചോറിൻ്റെ അളവ് കണ്ടില്ലേ, അരക്കല് ചോറേ എടുത്തിട്ടുള്ളൂ. കൂടെ മത്തൻ കറിയാണ് എടുത്തുള്ളത്. തേങ്ങ ചേർക്കാത്ത മത്തൻ കറിയാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. കൂടെ ലിവർ വരട്ടിയതും ബ്രൊക്കോളി പുഴുങ്ങിയതും പിന്നെ കുക്കുംബറും ക്യാരറ്റും കട്ട് ചെയ്തതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി രാത്രിക്കത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കറക്റ്റ് 5 മണിക്കാണ് കേട്ടോ. അത് ഞാൻ വീട്ടിൽ പോയതാണെങ്കിലും ഇനി വേറെ എവിടെയാണെങ്കിലും കറക്റ്റ് 5 മണിക്ക് തന്നെ രാത്രിക്കത്തെ ഫുഡ് കഴിക്കാൻ നോക്കാറുണ്ട്. ഇന്ന് കഴിച്ചിട്ടുണ്ടായത് അവക്കോടൊക്കെ വെച്ചുള്ള ഒരു സാലഡായിരുന്നു. ഇതിന് മെയിനായിട്ട് വേണ്ടതാണ് ഗ്രീക്ക് യോഗട്ട് കേട്ടോ. പിന്നെ ഓറിഗാനോ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മറ്റേ ഉണക്കമുളക് ചതച്ചത് ചേർത്താൽ മതി. പിന്നെ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടാണ് ഇത് കഴിക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അവക്കോട എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ശരിക്കും ഞാനത് അവക്കോട ഷെയ്ക്ക് വരെ ഞാൻ കഴിച്ചിട്ടില്ല. ഇതുപോലെ ബുൾസൈ ഉണ്ടാക്കിയിട്ട് അവക്കോട വെച്ചിട്ട് ബ്രെഡിൻ്റെ നടുവിൽ കേട്ടോ, ബ്രെഡിൻ്റെ നടുവിൽ ബുൾസൈയും ഇതുപോലെ അവക്കോടയും വെച്ചിട്ട് കഴിക്കും. ഭയങ്കര ടേസ്റ്റാണ്. അതായിരിക്കും മിക്ക ദിവസങ്ങളും ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാറ്. പിന്നെ 5 മണിക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ 9:30 വരെ വേറെ ഒന്നും കഴിക്കില്ല കേട്ടോ. വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ.